ശ്രീ സുഭാഷ് ചന്ദ്രനിലേക്ക് ഒന്ന് വരുന്നു, അതിനുശേഷം ശ്രീ അനിൽകുമാറിലേക്കും ശ്രീ പ്രേംകുമാറിലേക്കും വരാം. സുഭാഷ്, ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസിൻ്റെ ബെഞ്ചാണ്, ഭരണഘടനാ ബെഞ്ചാണ്. ഏകകണ്ഠമായി തന്നെ കാണാം. ജസ്റ്റിസ് ഖന്നയ്ക്ക് എന്തോ ചെറിയ ഭിന്നതകളോ അഭിപ്രായ വ്യത്യാസങ്ങളോ എന്നതൊഴിച്ചാൽ ഏകകണ്ഠമായി തന്നെ കാണാവുന്ന ഒരു വിധി. പക്ഷേ എപ്പോഴും ഉണ്ട്, 2018 പാസ്സായതാണ്. ഹർജികൾ നേരത്തെ ഈ നിയമം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ട് വന്നിരുന്നു. അത് സുപ്രീം കോടതി ഒന്നും പരിഗണിച്ചിരുന്നില്ല. കാലതാമസം എന്ന പ്രശ്നമൊക്കെ നമ്മൾക്കിതിൽ കാണുകയും ചെയ്യാം. പക്ഷേ ഈ കാലത്തെ ഏറ്റവും അനിവാര്യമായ ഒരു ഇടപെടൽ ഏതൊക്കെ കാര്യങ്ങളിലാണോ സുപ്രീം കോടതി അതിശക്തമായി ഇടപെടണം എന്ന് ഒരു രാജ്യത്തെ പൗരന്മാർ ആഗ്രഹിക്കുന്നത്, ആ വിധത്തിലേക്കുള്ള ഒരു അതിശക്തമായ ഇടപെടലായി പൊതുവെ വിലയിരുത്തപ്പെടുന്നുണ്ടോ ഈ ജഡ്ജ്മെൻറ്റിനെ? തീർച്ചയായും ശരത്ത്, ഇതിനകത്ത് ശരത്ത് പറഞ്ഞതുപോലെ 2 ജഡ്ജ്മെൻ്റാണ് ഉണ്ടായിരുന്നത്. ഒന്ന് ജസ്റ്റിസ് DY ചന്ദ്രചൂഡ് ചീഫ് ജസ്റ്റിസ് ഓർഡർ ചെയ്ത് അദ്ദേഹം എഴുതിയ 4 ജഡ്ജസിന്, 5 അംഗ ബെഞ്ചിൽ 4 ജഡ്ജസിന് വേണ്ടി എഴുതിയ ഒരു പ്രധാനപ്പെട്ട വിധിയും, അതോടൊപ്പം ജസ്റ്റിസ് ഖന്ന എഴുതിയ വിധിയും. ജസ്റ്റിസ് ഖന്ന എഴുതിയ വിധി കൺകറിംഗ് ആണ്. ഇതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഇതേ തീരുമാനങ്ങളെ അംഗീകരിച്ചുകൊണ്ടുള്ള വിധിയാണ്. പക്ഷേ അദ്ദേഹം അദ്ദേഹത്തിൻ്റെതായ ചില റീസണിംഗ് നൽകുന്നു. നേരത്തെ ശരത്ത് പറഞ്ഞതുപോലെ അതൊരു ഭിന്നാഭിപ്രായമല്ല, കുറെ കൂടി നിലവിലുള്ള ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ യൂണിയൻ ഓഫ് ഇന്ത്യക്ക് ആണിയടിക്കുന്ന തരത്തിലുള്ള അദ്ദേഹത്തിന്റെ ഇത് 232 പേജുള്ള ജഡ്ജ്മെന്റ് ആണ് ഇന്ന് 2 ജഡ്ജ്മെന്റുകളോടെയായി വന്നിരിക്കുന്നത്. അതിനകത്ത് 74 പേജുള്ള ജഡ്ജ്മെന്റ് ആണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വേറെ വ്യത്യസ്തമായി എഴുതിയിരിക്കുന്നത്. ആ ജഡ്ജ്മെന്റ് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ 51-ാമത്തെ പേജ് 52-ാമത്തെ പേജൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞു നേരത്തെ ശ്രീ PDT ആചാര്യ സൂചിപ്പിച്ച ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ലഭിച്ച കണക്കുകൾ ഈ കഴിഞ്ഞ 2017 തൊട്ട് 2022-23 ഈ വർഷം വരെ ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ലഭിച്ച കണക്കുകൾ ആ ജഡ്ജ്മെന്റിനകത്ത് സൂചിപ്പിക്കുന്നു. ഈ കണക്കുകൾ വെളിച്ചത്താക്കുന്നത് ആർക്ക് വേണ്ടിയാണ്, ആരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്നത്, ഈ കള്ളപ്പണം തടയാൻ എന്നുള്ള വ്യാജേന അല്ലെങ്കിൽ അത്തരത്തിലുള്ള ന്യായവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടുവരുന്ന ഈ ഇലക്ട്രൽ ബോണ്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി ആരാണ് എന്നുള്ളത്. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഇതിനകത്ത് 2017-18 ഇത് കൊണ്ടുവന്ന വർഷം, ഈ ഇലക്ട്രൽ ബോണ്ട് കൊണ്ടുവന്ന വർഷം ആകെ ഇഷ്യൂ ചെയ്തത് 221 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ്. അതിൽ 210 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ലഭിച്ചത് BJPക്കാണ്. 2018-19 വർഷത്തിൽ 2539 കോടിയുടെ ഇലക്ട്രൽ ബോണ്ടുകളാണ് ഇഷ്യൂ ചെയ്തത്. അതിനകത്ത് 1450 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ലഭിച്ചത് BJPക്കാണ്. 2019-20 കാലഘട്ടത്തിൽ 3441 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുമ്പോൾ 2555 കോടി രൂപ. ഏറ്റവും ഒടുവിൽ 2021-22 കഴിഞ്ഞ വർഷം ഇതിന്റെ കണക്ക് നമ്മൾ എടുത്ത് നോക്കുന്ന സമയത്ത് 2664 കോടിയുടെ ഇലക്ട്രൽ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് 1033 കോടി രൂപയുടെ ഇലക്ട്രൽ ബോണ്ട് ലഭിക്കുന്നത് BJPക്കാണ്. മറ്റു പാർട്ടികളൊക്കെ നോക്കുന്ന സമയത്ത് കോൺഗ്രസിന് ലഭിക്കുന്നത് 5 കോടിയുടെയും 10 കോടിയുടെയും, അതല്ലെങ്കിൽ സമാജ്വാദി പാർട്ടി, അതുപോലെ തന്നെ തൃണമൂൽ കോൺഗ്രസ് തുടങ്ങിയ മറ്റ് പാർട്ടികൾക്കൊക്കെ ലഭിക്കുന്നതിന്റെ ഇരട്ടിയിലധികം വരുന്ന ഇതിന്റെ ഏറ്റവും വലിയ ബെനിഫിഷ്യറിയായി BJP മാറുന്നു. കേന്ദ്രം ഭരിക്കുന്ന, വിവിധ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയായി മാറുന്നു എന്നുള്ളത് ആ കണക്കുകൾ നിരത്തിക്കൊണ്ട് തന്നെ ഈ ജഡ്ജ്മെന്റിനകത്ത് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വെളിപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ വിവിധ നേരത്തെ ലഭിച്ചിരുന്ന ഫണ്ടുകളുടെ വിശദാംശങ്ങൾ ഇതിനകത്ത് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ ആർക്കു വേണ്ടിയാണ് ഈ ഇലക്ട്രൽ ബോണ്ടുകൾ കൊണ്ടുവന്നത്, ആരാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ബെനിഫിഷ്യറി, എന്തുകൊണ്ട് ഈ വിവരങ്ങൾ പുറത്തു നൽകുന്നതിന് കേന്ദ്ര സർക്കാർ വിമുഖത കാണിക്കുന്നു, എന്തുകൊണ്ട് ഇതിനെ ശക്തിയുക്തം എതിർക്കുന്നു എന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്നെ ഈ ജഡ്ജ്മെന്റിലൂടെ, ഈ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ കൺകറിംഗ് ജഡ്ജ്മെന്റിലൂടെ വെളിവാകുകയാണ്. അതിന്റെ വിവിധ പേജുകളിലൂടെ അതിന്റെ റീസണിങ്ങിലൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്തിനു വേണ്ടിയാണ് സർക്കാർ ഇത്രയും ശക്തിയുക്തം ഇതിനെ എതിർത്തത്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ, ആമുഖത്തിനകത്ത് സൂചിപ്പിച്ചതുപോലെ 3 പെറ്റീഷനേഴ്സ് ആണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അതിനകത്ത് ADR എന്ന് പറയുന്ന NGO കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജയ ഠാക്കൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയും മാറി നിന്നാൽ CPIM എന്ന് പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് എന്ന് പറയുന്ന ഒരേ ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ് ഈ ഇലക്ട്രൽ ബോണ്ടിനെ സുപ്രീം കോടതി മുമ്പാകെ ചലഞ്ച് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ആ തീരുമാനത്തിന് പെറ്റീഷൻ അനുകൂലമായി വിധി വന്നിരിക്കുന്നു. ഈ വാദം നടക്കുന്ന സമയത്ത് തന്നെ CPM സുപ്രീം കോടതി മുമ്പാകെ അറിയിച്ചിട്ടുള്ളതാണ്, ഞങ്ങൾ ഈ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2017 ശേഷം ഇതുവരെ 1 രൂപ പോലും ഞങ്ങൾ കൈപ്പറ്റിയിട്ടില്ല. ഇന്ത്യയിലെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഏറെയും കുറഞ്ഞും കൈപ്പറ്റുന്ന സമയത്ത് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എന്ന് പറയുന്നത് ഒരു അഴിമതിയുടെ കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഒരു തീരുമാനമാണ്, ഒരു നയമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ നിയമപരമായി ചോദ്യം ചെയ്യുകയും ധാർമ്മികമായി അത് വാങ്ങുകയില്ല, കൈപ്പറ്റുകയില്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തത് ഇന്ത്യയിലെ ഇടതുപക്ഷ പാർട്ടികൾ മാത്രമാണ്. ഇപ്പോൾ നേരത്തെ സൂചിപ്പിച്ച ഒരു 6 തീരുമാനങ്ങളാണ് ഇന്ന് സുപ്രീം കോടതി ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. ഒന്ന്, ഇലക്ട്രൽ ബോണ്ടുകൾ അടിയന്തരമായി നിർത്തിവെക്കാൻ വേണ്ടി SBIയോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. 2019 ഏപ്രിൽ 12 സുപ്രീം കോടതിയുടെ ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു. അതിനുശേഷമുള്ള ഇലക്ട്രൽ ബോണ്ടിന്റെ വിശദാംശങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൈമാറാൻ വേണ്ടി സുപ്രീം കോടതി SBIക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത് വാങ്ങിയതാരാണ്, വാങ്ങിയ തീയതി എന്ത് തുടങ്ങിയ വിശദാംശങ്ങൾ കൂടി വെളിപ്പെടുത്തണമെന്നും സുപ്രീം കോടതി SBIക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്.
ഏപ്രിൽ 12 ശേഷം ഏതൊക്കെ പാർട്ടികളാണ് ഈ ഇലക്ട്രൽ ബോണ്ട് എൻകാഷ് ചെയ്തിരിക്കുന്നത് എന്നുള്ള വിവരം SBI പിന്നെ ഈ വിശദാംശങ്ങൾ ഇലക്ഷൻ കമ്മീഷന് കൈമാറണം. ഈ വിശദാംശങ്ങളൊക്കെ മാർച്ച് 6 മുൻപായി കൈമാറണം, ഇലക്ഷൻ കമ്മീഷന് SBI കൈമാറണമെന്നും മാർച്ച് 13 മുൻപായി ഇലക്ഷൻ കമ്മീഷൻ ഇക്കാര്യങ്ങൾ വെബ്സൈറ്റിലൂടെ വെളിപ്പെടുത്തണമെന്നും സുപ്രീം കോടതി എന്നീ ഉത്തരവിലൂടെ പിന്നെ നിർദ്ദേശിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇനി കൈവശമുള്ള വാലിഡ് ആയിട്ടുള്ള ഇലക്ഷൻ ബോണ്ടുകൾ തിരിച്ചു നൽകി അത് പിന്നെ എൻകാഷ് ചെയ്യാൻ വേണ്ടി അത് വാങ്ങിയ ആളുകൾക്ക് അവസരം നൽകണമെന്നും ഇത്തരത്തിൽ 6 നിർദ്ദേശങ്ങളാണ് ഈ സുപ്രീം കോടതി ജഡ്ജ്മെന്റിലൂടെ സുപ്രീം കോടതി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും ഇത് ജനാധിപത്യത്തെ പിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു പ്രക്രിയയാണ്, ഒരു ഇടപെടലാണ് സുപ്രീം കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് നമുക്ക് പറയാം. റൈറ്റ്.